IAS അഴിച്ചുപണി ഉടൻ എന്നുള്ളതാണ്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി വരുന്നു എന്നുള്ളതാണ്. വകുപ്പുകളുടെ തലപ്പത്ത് സമഗ്രമായ മാറ്റത്തിനാണ് തീരുമാനം. സസ്പെൻഷനിൽ കഴിയുന്ന ഡോക്ടർ ബി അശോക്, എൻ പ്രശാന്ത് എന്നിവർ സർവീസിലേക്ക് മടങ്ങി വന്നേക്കും എന്നുള്ള ഒരു സൂചന ഇപ്പോൾ വരുന്നു. അശോകും പ്രശാന്തും മികച്ച വകുപ്പുകളുടെ തലപ്പത്തേക്ക് എത്തിയേക്കും എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അധികം വൈകാതെ IAS അഴിച്ചുപണിയുടെ ഉത്തരവിറങ്ങുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സമഗ്രമായ വലിയ അഴിച്ചുപണി ഇപ്പോൾ സർക്കാർ മാറുമ്പോൾ ഉണ്ടാകുന്ന അഴിച്ചുപണികൾ ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സർക്കാർ ചെറിയ ഇടവേളകളിൽ അഴിച്ചുപണി, തലപ്പത്തെ അഴിച്ചുപണികൾ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നതിന് ശേഷമുള്ള വലിയ ഒരു മേജർ IAS തലപ്പത്തെ അഴിച്ചുപണി എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇതിനെ കാണാൻ. ബി അശോകും എൻ പ്രശാന്തും തിരികെ വരും. കഴിഞ്ഞ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലായിരുന്നു ഡോക്ടർ ബി അശോക്. എൻ പ്രശാന്തും അദ്ദേഹത്തിന് എതിരായ അച്ചടക്ക നടപടികൾ, അതിനെ പരിഹസിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ, പിന്നെയും അച്ചടക്ക നടപടികൾ, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ഏറ്റുമുട്ടൽ കാലം എൻ പ്രശാന്തിനും ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ ആ സസ്പെൻഷൻ പിൻവലിച്ച് ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും സർവീസിലേക്ക് മടങ്ങി വരുന്നു. ഇപ്പോൾ ഡോക്ടർ ബി അശോകൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാലത്തൊക്കെ ഈ പോയ സർക്കാരിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന കാര്യം നമുക്കറിയാം. സർവീസ് നിലവിലിരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുക എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥർക്ക് കഴിയുന്ന കാര്യമാണോ എന്ന കാര്യം അറിയില്ല. അല്ല, അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആ സസ്പെൻഷനിൽ കഴിയുന്ന അശോകും പ്രശാന്തും മടങ്ങി വരാൻ പോകുന്നുണ്ട്. ശ്രീത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഈ അശോകിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ എടുത്ത തീരുമാനമൊക്കെ വലിയ വിവാദം ആയിരുന്നതാണ്. എന്തായാലും സംഭവിക്കാൻ പോകുന്നത് ഒരു മേജർ സമഗ്രമായ അഴിച്ചുപണി എന്നാണ് വിലയിരുത്തേണ്ടത്. ഉത്തരവ് എപ്പോൾ പ്രതീക്ഷിക്കണം? ശ്രീത്. ഹാഷ്മി, VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെയും വകുപ്പുകളുടെ തലപ്പത്ത് കാര്യമായ ഒരു അഴിച്ചുപണി നടന്നിട്ടില്ല. ഏതാനും ചില കളക്ടർമാരുടെ കാര്യത്തിൽ മാറ്റം വന്നപ്പോഴുണ്ടായ ചില മാറ്റങ്ങൾ മാത്രമാണ് വകുപ്പ് തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സർക്കാർ വന്ന് സർക്കാരിനെ പ്രവർത്തനത്തിൽ സജീവമാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ തലത്ത് കാര്യമായ ഒരു അഴിച്ചുപണി വേണം. മന്ത്രിമാരുടെ അടക്കം പ്രവർത്തനങ്ങൾ അതിൻ്റെ യഥാർത്ഥ സജീവതയിലേക്ക് വരണമെങ്കിലും കാര്യമായ ഒരു അഴിച്ചുപണി അനിവാര്യമാണ്. ആ അഴിച്ചുപണി പല കാരണങ്ങളാൽ വൈകുകയായിരുന്നു. എന്തായാലും ഇന്നത്തെ KPCCയുടെ നേതൃയോഗത്തിന് ശേഷം ഈ IAS തലപ്പത്തെ, വകുപ്പുകളുടെ തലപ്പത്തെ അഴിച്ചുപണി സംബന്ധിച്ച് ഉത്തരവിറങ്ങിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും നടക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് LDFിൻ്റെ കാലത്ത് സസ്പെൻഷനിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അവർക്ക് സർവീസിലേക്ക് അവരെ തിരിച്ചെടുക്കും. അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള നടപടികളും ഇതിനൊപ്പം ഈ അഴിച്ചുപണി ഉത്തരവിനൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, ബി അശോകും എൻ പ്രശാന്തും പ്രധാന വകുപ്പുകളുടെ സാരഥ്യത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. IAS തലപ്പത്തെ അഴിച്ചുപണി വൈകുന്നത് മൂലം മന്ത്രിമാരുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പല ഉദ്യോഗസ്ഥരും LDF കാലത്ത് LDFിൻ്റെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും വിശ്വസ്തരായി നിന്ന് ചുമതല നിർവഹിച്ചതാണ്. അപ്പോൾ അവർ ആ കാര്യത്തിലൊരു മാറ്റം വന്നിയാൽ മാത്രമേ ഭരണമാറ്റത്തിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ഫലം യഥാർത്ഥ തോതിൽ നടപ്പിൽ വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഭരണ നേതൃത്വം മറ്റും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഴിച്ചുപണി മുഖ്യമന്ത്രി VD സതീശൻ രാഷ്ട്രീയ തലത്തിലും മറ്റും ചർച്ച ചെയ്തിപ്പോൾ കൈക്കൊള്ളുകയാണ്. വൈകാതെ IPS ജില്ലാ പോലീസ് മേധാവി തലത്തിലും ചർച്ചകൾ അഴിച്ചുപണി വരും. അതും അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ ഉത്തരവുകളും ഇറങ്ങുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് നേരത്തെ മാറ്റങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. അത് നോമിനലായ മാറ്റങ്ങളായിരുന്നെങ്കിൽ, പക്ഷേ എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ പാട്ടീൽ അജിത് ഭഗവത് റാവു ധനവകുപ്പ് സെക്രട്ടറിയായി, PB നൂഹ് GST കമ്മീഷണറായിരുന്നു, K ഇമ്പശേഖർ വാട്ടർ അതോറിറ്റി MD ആയി, കണ്ണൂർ കളക്ടർ നേരത്തെ ദിവ്യ ആ സംഭവത്തിൽ വേദിയിലുണ്ടായിരുന്ന കണ്ണൂർ കളക്ടർ അരുൺ K വിജയൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായി, സ്നേഹിൽ കുമാർ സിംഗ് പുതിയ എൻട്രൻസ് കമ്മീഷണറായി, രത്തൻ കേൽക്കർ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തുടങ്ങിയതായിരുന്നു. അത് തീരെ ചെറിയ ഒരു മാറ്റമായിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു സമഗ്ര മാറ്റം എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ മാറ്റത്തിൽ അറിയേണ്ടത് അശോകും പ്രശാന്തും സർവീസിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ളതാണ്. മടങ്ങിയെത്തിയാൽ അവർക്ക് സുപ്രധാന വകുപ്പുകൾ നൽകുമോ എന്നുള്ളതാണ്. അങ്ങനെ സുപ്രധാന വകുപ്പുകൾ നൽകിയാൽ അതൊരു പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു നിയമനം കൂടിയാവും. ശ്രീത്, അക്കാര്യത്തിൽ രാഷ്ട്രീയ വിവാദത്തിൻ്റെ കാര്യമില്ല. കാരണം എൻ പ്രശാന്തും ഡോക്ടർ ബി അശോകും ഉയർത്തിയത് അവരുമായി ബന്ധപ്പെട്ട സർവീസ് കാര്യങ്ങളിൽ അവർ നേരിട്ട ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അതിനെതിരെ ശബ്ദമുയർത്തിയത്. ബി അശോകിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന
പി പ്രസാദ് 9.5 മാർക്ക് ഇട്ട് വിട്ട കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. ആ CR റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസിൽ തിരുത്തി 5 മാർക്കിലേക്ക് മോശം കമൻറ്റുകളുമായി എഴുതി ചേർത്തു. പിന്നീട് അതിനെതിരെ ബി അശോക് അപ്പീൽ നൽകിയപ്പോഴും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അന്നും ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എ ജയതിലക് അത് നിരാകരിച്ചു. അതേ തുടർന്നാണ് അശോക് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കും സർക്കാരിനെതിരായ ഒരു നിലപാടിലേക്കും വരേണ്ടി വന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവരെ എത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് മന്ത്രി അശോക് 3 കൊല്ലക്കാലം കൃഷി വകുപ്പിൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, കാർഷികോൽപാദന കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന പി പ്രസാദ് അദ്ദേഹത്തിന് നൽകിയ CR റിപ്പോർട്ട് മികച്ച റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായിരുന്ന വിരമിച്ച IAS ഉദ്യോഗസ്ഥരെന്ന് തിരുത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി. മാത്രമല്ല മോശം കമൻറ്റുകളും അവിടെ എഴുതി ചേർത്ത് അതിനടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുല്യം ചാർത്തുകയും ചെയ്തു. ഇതോടുകൂടിയാണ് അശോക് ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ ഭരണ നേതൃത്വത്തിലെ ചിലർക്കെതിരെയെങ്കിലും പ്രതികരിക്കേണ്ടി വന്നത്. N പ്രശാന്തിനും സമാനമായ ചില കാര്യങ്ങൾ, ദുരനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകുമായി ബന്ധപ്പെട്ടതാണ്. N പ്രശാന്തിനേക്കാൾ ഹീനിയസ് ആയ അല്ലെങ്കിൽ ഗുരുതരമെന്ന് പറയാവുന്ന ക്രൈം ചെയ്ത കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കുകയും പ്രശാന്തിനെ മാസങ്ങളായി, ഏതാണ്ട് വർഷങ്ങളായി തന്നെ പുറത്തു നിർത്തുകയും ചെയ്യുന്നത് ഒരു ഇരട്ട നീതിയുടെ പ്രതിഫലനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയ വിവാദത്തിന്റെ പ്രശ്നമില്ല, മറിച്ച് അവർ നേരിട്ട ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് പ്രതികരിച്ചതാണ്. ഓക്കെ, ശ്രീധരൻ വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ IAS തലപ്പത്തെ അഴിച്ചുപണിയുടെ സമഗ്രമായ അഴിച്ചുപണിയുടെ ആ വിവരങ്ങൾ പുറത്തേക്ക് വന്നേക്കാം, ഉത്തരവായി വന്നേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.